എല്ലാവർക്കും നമസ്തേ. പവിത്രമായ പമ്പയുടെ തീരത്ത് വെച്ച് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു സർക്കാർ പരിപാടി നടത്തിയിട്ട് 2 ദിവസം കഴിയുന്നു. അതായത് പറയുന്നത് അയ്യപ്പ ഭക്തർക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അയ്യപ്പ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് സർക്കാർ ഭാഷ്യം. ഇത് നമ്മൾക്ക് വിശ്വസിക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യത കുറവാണ്. പിന്നെ പല കോണുകളിൽ നിന്ന് വരുന്ന ആ ഒരു ചർച്ചയെന്നല്ല, പലരും പറയുന്നത് പിണറായി വിജയൻ അദ്ദേഹം ഈ ശബരിമലയിൽ ചെയ്ത പാപകർമ്മങ്ങൾ നമുക്ക് തന്നെ അറിയാം. ആ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായേക്കാൻ കാരണം ഈ പിണറായി വിജയനാണ്. അദ്ദേഹത്തിനെ കാരണഭൂതൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം കാരണം അദ്ദേഹമാണ്. ശബരിമലയിലെ കാര്യം തന്നെ അറിയാം. ആരോ കൊണ്ട് കേസ് കൊടുത്തു, ശബരിമലയിൽ എല്ലാവർക്കും കയറണം എന്ന് പറഞ്ഞ് വടക്കേ ഇന്ത്യക്കാർ, ഈ ശബരിമലയുടെ ആ പ്രത്യേകത മനസ്സിലാകാത്തവർ. അതിന് സർക്കാരിൻ്റെ അഭിപ്രായം കോടതി തേടിയപ്പോൾ കോൺഗ്രസ് സർക്കാർ കൊടുത്തത് ഈ ഇവിടുത്തെ ആചാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അത് തുടരണം എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന് ഭരണം VS അച്യുതാനന്ദൻ്റെ ഇതായിരുന്നു, LDFൻ്റെ CPMൻ്റെ നേതൃത്വത്തിൽ. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ കർശന നിർദ്ദേശവും കടുംപിടുത്തവും കാരണം അന്നത്തെ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം മാറ്റി ഈ എല്ലാവരെയും കയറ്റണം, ആചാരം മാറ്റണം എന്ന് പറഞ്ഞുള്ള സത്യവാങ്മൂലം നൽകിയത് നമ്മൾ അറിഞ്ഞതാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതേക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് ഇപ്പോൾ അത് വിശദമായി പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇങ്ങനെ ശബരിമലയിലെ പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കി വെച്ച പ്രശ്നം തന്നെയാണ്, മറ്റാരുമല്ല. അദ്ദേഹമാണ് പൂർണ്ണ ഉത്തരവാദി ശബരിമലയിൽ ഉണ്ടായ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ. അതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ദൗർഭാഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഇതിൽ ഭക്തർ പ്രതിഷേധിച്ചു, നാമം ജപിച്ച്, സമാധാനപരമായി നാമം ജപിച്ച് പ്രതിഷേധിച്ചു. അവിടെ എന്താണ് ചെയ്തത്? നിലയ്ക്കൽ ഭാഗത്തൊക്കെ അവിടെ പന്തൽ കെട്ടി അയ്യപ്പൻ്റെ ഒരു ചിത്രവും വെച്ച് നിലവിളക്ക് കൊളുത്തി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നാമം ജപിച്ച് പ്രതിഷേധിച്ചപ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സർക്കാർ വന്നപ്പോഴാണ് ഈ കോടതി വിധി ഉണ്ടായതും നടപ്പാക്കാൻ ശ്രമിച്ചതും. അവരെയെല്ലാം മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഇപ്പം അദ്ദേഹം ADGP ആണ്. അയാളുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് അവിടെ കാണിച്ച അതിക്രമങ്ങൾ മൊത്തം. ഭക്തജനങ്ങളോട് ഏതൊക്കെ രീതിയിൽ ക്രൂരമായിട്ടാണ് പെരുമാറിയത്, വളരെ നിഷ്ഠൂരമായിട്ട്. ആ അയ്യപ്പൻ്റെ ചിത്രം പോലീസുകാരെടുത്ത് എറിയുന്നു, നിലവിളക്ക് തട്ടിത്തെറിപ്പിക്കുന്നു. ഇവിടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അമ്മമാരെയും യുവതികളിലും ഉൾപ്പെടെ അടങ്ങുന്ന ഭക്തരെ, ക്ഷമിക്കണം, കുട്ടികളും യുവാക്കളും അടങ്ങുന്ന ഭക്തരെ നിഷ്ഠുരമായി മർദ്ദിക്കുന്നു. അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളാണ് അവിടെ നടന്നത്. ഓടിച്ചിട്ട് പോലീസുകാർ തല്ലുമായിരുന്നു അവിടെ നാമം ജപിച്ച് സമാധാനപരമായി പ്രതിഷേധിച്ച ഭക്തരെ. അത്രമാത്രം ഒരു പോലീസ് ഭീകരതയാണ് അവിടെ നടന്നത്. എത്രയോ പേര് കാട്ടിൽ ചാടി ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് അങ്ങനെ പോലീസിൻ്റെ ക്രൂരതയിൽ ഭയന്ന് കാട്ടിൽ ചാടി കാണാതായവരുണ്ടോയെന്ന് പോലും നമ്മൾക്ക് പറയാൻ പറ്റാത്ത പോലുള്ള വലിയ
ക്രൂരതയാണ് അവിടെ നടന്നത്. അതിനുശേഷം രഹന ഫാത്തിമ ഇതുപോലുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് അവിടെ ഈ ആചാരം ലംഘിക്കാൻ ശ്രമിച്ചു. അത് ഭക്തർ തടഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? പോലീസിൻ്റെ സഹായത്തോടു കൂടി ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിവരെ പോലീസ് പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുത്തു. നമ്മളെല്ലാം അവരുടെ ചിത്രങ്ങളൊക്കെ കണ്ടതാണ്. പോലീസിൻ്റെ ഹെൽമെറ്റ് ധരിച്ച് അവരുടെ ജാക്കറ്റും ഒക്കെ ധരിച്ച് അവരെ നൂറുകണക്കിന് പോലീസുകാരുടെ വലയത്തിൽ ശബരിമല എത്തിച്ച് അവിടെ ആചാരം ലംഘിക്കാനുള്ള ശ്രമം പിണറായി വിജയൻ നടത്തി. അതിനെ തുടർന്ന് പന്തളത്ത് ഭക്തർ നാമം ജപിച്ച് പ്രതിഷേധിച്ച ഒരു സംഭവം നമ്മൾക്കെല്ലാം അറിയാം. ആദ്യത്തെ നാമജപ ഘോഷയാത്രയല്ല, പന്തളം കൊട്ടാരം ആഹ്വാനം ചെയ്ത നാമജപ ഘോഷയാത്ര സംസ്ഥാനം മൊത്തവും, സംസ്ഥാനത്ത് പുറത്തുള്ള അയ്യപ്പ ഭക്തർ ഏറ്റെടുത്ത് അത് വൻ വിജയമായിരുന്നു. എന്നിട്ടും ഭക്തരുടെ വികാരം മനസ്സിലാക്കാതെ പിണറായി വിജയൻ ചെയ്തത് എന്താണ്? ഇതേപോലെ കുറേ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് ഈ ശബരിമലയിലെ ഈ പ്രശ്നം വഷളാക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഈ കുറേ എണ്ണത്തിനെ ഈ പോലീസിൻ്റെ വേഷം, അവരുടെ ഹെൽമെറ്റും ഒക്കെ വെച്ച് ഈ അവരുടെ സംരക്ഷണയിൽ സന്നിധാനത്തെത്തിക്കാൻ ഇവരൊരു ശ്രമം നടത്തി. അതിനെതിരായിട്ടൊരു പ്രതിഷേധമുണ്ടായി. പന്തളത്തുണ്ടായ പ്രതിഷേധത്തിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ മുകളിൽ നിന്ന് ഭക്തരെ വലിയ കോൺക്രീറ്റ് കട്ടകളും കല്ലും വെച്ച് ആക്രമിച്ച് മുകളിൽ നിന്ന് 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ 2 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് നേരെ താഴെ കൂടെ പോകുന്ന ഭക്തരുടെ നേരെയാണ് ഈ വലിയ കല്ലുകളൊക്കെ വലിച്ചെറിഞ്ഞത്. അത് മറ്റൊരിടത്തുനിന്നുമല്ല, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് പന്തളം മാവേലിക്കര റോഡിൽ നമ്മുടെ നഗരസഭാ കാര്യാലയത്തിന് അല്പം പടിഞ്ഞാറ് മാറി ഉള്ള ആ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഭക്തരെ എറിഞ്ഞാക്രമിച്ചത്. ഇത് പാർട്ടി അറിഞ്ഞ് നടന്ന കാര്യം തന്നെയാണ്. അത് പറയാൻ കാരണം, വൈകിട്ട് ഞാനന്ന് ജന്മഭൂമി റിപ്പോർട്ടറാണ്. അന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ വിനോദ്, അദ്ദേഹം വീക്ഷണം ലേഖകനാണ്. ഇപ്പോൾ അദ്ദേഹം മനോരമയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ബൈക്കിൽ ജംഗ്ഷനിലോട്ട് വരുന്നു. അവിടെ ഇതിനെതിരെ പ്രതിഷേധമുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ വരുന്നു. പന്തളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞങ്ങൾ കാണുന്നത് 2 പ്രധാന DYFI പ്രവർത്തകർ ചാക്കിനകത്തിൽ കല്ലുമൊക്കെ വാരി, വലിയ കല്ലുകളൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇവരെന്തോ ഈ കല്ലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അവിടെ ഈ PWDയുടെയോ മറ്റോ കുറേ കല്ലൊക്കെ അവിടെ കിടപ്പുണ്ട്, പണി കഴിഞ്ഞതിൻ്റെ അധികം വന്നത്. ഞാൻ അന്നേരം പുള്ളിയോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അത് പാർട്ടി ഓഫീസിൽ ഹോട്ടലിൽ കൊണ്ടുവന്നത്, അത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പണി കാണുമായിരിക്കും. അതിന് പിന്നെ സർക്കാരിൻ്റേതാകുമ്പോൾ പാർട്ടി ഭരിക്കുമ്പോൾ അത് അധികം വന്ന് എടുത്തുകൊണ്ട് വരാനും ചോദിക്കാനും പറയാനും കോൺട്രാക്ടറൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല, പാർട്ടിക്കാരിലേ കൊണ്ടുവന്നത്. അതിനെന്തെങ്കിലും എവിടെയെങ്കിലും പണിക്ക് കൊണ്ടുപോകായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. ഇത് പിന്നീടാണ്, ഈ ആക്രമണം നടന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഇത് ഇവർ കൊണ്ടുപോയത് പാർട്ടി ഓഫീസിലോട്ടാണെന്നും ഈ നാമജപ ഘോഷയാത്രയെ ആക്രമിക്കാനാണെന്നും ഈ സംഭവം നടന്നതോടുകൂടി മനസ്സിലായി. പറയാൻ കാരണം, ഇതിന് ശേഷം നാമജപ ഘോഷയാത്ര തുടങ്ങി, പ്രതിഷേധം തുടങ്ങി. പന്തളം ജംഗ്ഷനിൽ വന്നിട്ട് മാവേലിക്കർ റോഡിലേക്ക് സാധാരണ പ്രതിഷേധം വരുമ്പോൾ ബസ് സ്റ്റാൻഡ് വരെയൊക്കെയാണ് പോകുന്നത്. അവിടെ വന്നപ്പോൾ, നഗരസഭാ കാര്യാലയത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ പോലീസുകാർ തടഞ്ഞു. അങ്ങോട്ട് പോകാൻ പാടില്ലെന്നും പറഞ്ഞ് തടഞ്ഞു. ആ തടഞ്ഞതിൻ്റെ അർത്ഥം, ഇത് പോലീസുകാർക്കറിയാം ഇവിടെ പിന്നെ ആക്രമിക്കുമെന്നുള്ള കാര്യം. ഇത് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും പോലീസുകാരറിഞ്ഞു. അതാണ് അവർ തടയാൻ ശ്രമിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ആ നാമജപ ഘോഷയാത്രക്കാർ അവർ നിർബന്ധമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് അവിടെ വരെ പോയൊക്കത്തുള്ളെന്നും പറഞ്ഞ് പോലീസിൻ്റെ വിലക്ക് വകവയ്ക്കാതെ KSRTC സ്റ്റാൻഡിലോട്ട് അവർ മുന്നോട്ട് നീങ്ങി.
ഞാൻ ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും എടുത്തുകൊണ്ട് ഞാൻ തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. ഇതിനകത്തിലൊരു വലിയൊരു കല്ല് എൻ്റെ ഉച്ചിയിൽ വീഴേണ്ടതായിരുന്നു. കാരണം അവിടെ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഒരാളുടെ ഒരു സ്ഥാപനമുണ്ട്, ഹൗസ് ഓഫ് ലൈറ്റ്. അദ്ദേഹം കടയടയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ് ഷംസുദ്ദീൻ. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തോ പറ്റി ഇത് ഈ പ്രതിഷേധ ഘോഷയാത്ര കണ്ട് ഭയന്ന് കടയടയ്ക്കുകയാണോ? ഇവർ ആക്രമിക്കാനൊന്നും വരുന്നൊന്നുമല്ല, അവർ പ്രതിഷേധിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ റോഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഫുട്പാത്ത് പോലുള്ള അവിടോട്ട് കയറുകയും അതേ നിമിഷമാണ് ഒരു വലിയൊരു കല്ല് ആ റോഡിൽ വന്ന് ഞാൻ നിന്ന് ആ സ്ഥാനത്ത് തന്നെയാണ് വന്ന് വീണത്. ഞാൻ അവിടെ നിന്നിരുന്നതിൽ ഈ കല്ല് എൻ്റെ ഉച്ചിയിൽ തന്നെ വീഴത്തുള്ളായിരുന്നു എന്നുള്ളത് ഞാനും ഭയന്നു പോയി സത്യത്തിൽ. എന്നിട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, മുകളിൽ നിന്ന് ശരവർഷം പോലെയാണ് കല്ലും കട്ടയും വലിയ കോൺക്രീറ്റിൻ്റെ പൊട്ടിച്ച കഷ്ണങ്ങളുമൊക്കെ വന്ന് വീണത്. അങ്ങനെ വീണ് മരിച്ചതാണ് ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഹതഭാഗ്യൻ. അദ്ദേഹത്തിന് ഏറിൽ പരിക്കുപറ്റി. ഞാനിത് വ്യക്തമായിട്ടിത് കാണുകയും ചെയ്തു, എറിഞ്ഞവരെ കണ്ടു. ഞാൻ അപ്പോഴേക്കും പിന്നീട് ഘോഷയാത്ര അവിടെ വെച്ച് നിലയ്ക്കുകയാണ് ചെയ്തത്. ചന്ദ്രൻ ഉണ്ണിത്താനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രിക്ക് അറിയാം ഇത് പാർട്ടി ഓഫീസിൽ നിന്ന് സംഭവിച്ചതാണെന്നും എല്ലാ കാര്യങ്ങളും അറിയാമായിട്ടും, എന്നുവെച്ചാൽ പോലീസുകാർക്കറിയാം ഇവിടെ അക്രമം നടക്കും, ഇതിന് നേരെ ആക്രമണം ഉണ്ടാവുമെന്ന് ഉള്ള ഇതുകൊണ്ട് തന്നെയാണ് പോലീസ് അങ്ങോട്ട് വിടാൻ തയ്യാറാക്കാതിരുന്നത് എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായി. പിന്നെ പോലീസും എൻ്റെ കാര്യം അറിയാമല്ലോ, ഇവർ പറയുന്നതിനപ്പുറം, ഭരിക്കുന്ന പാർട്ടി പറയുന്നതിനപ്പുറം പോലീസുകാർ നിൽക്കത്തില്ല. പോലീസിലും കൂടുതലും CPM-കാരാണ്. ആ പോലീസ് സംഘടന നിയന്ത്രിക്കുന്ന CPM-ആണ്. അങ്ങനെ ചന്ദ്രൻ ഉണ്ണിത്താൻ മരിച്ചു. മുഖ്യമന്ത്രി എന്താണ്, നമ്മൾ ലോകം മൊത്തം കണ്ടതാണ് TV-യിൽ കൂടി. മുഖ്യമന്ത്രി പറഞ്ഞത് അത് CPM-ൻ്റെ ആക്രമണത്തിൽ മരിച്ചതല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ നാമജപ പ്രതിഷേധം നടക്കുമ്പോൾ ഉണ്ടായ ഈ ചന്ദ്രൻ ഉണ്ണിത്താന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചതാണ്, അല്ല CPM അതിവിടെ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതും എന്താണ് ചെയ്തത്, ഈ വിശ്വാസികളെ തീർത്തും അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമ്മൾക്കറിയാം, നമ്മൾ സാങ്കേതികമായി ചിന്തിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞത് സത്യമാണ്. കാരണം നമ്മൾക്ക് ഏതൊരാളിനും മരണമുണ്ടാകണം, ഏതൊരു ജീവിക്കും മരണം ഉണ്ടാകുന്നത് ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കുമ്പോഴാണ്. ഹൃദയസ്പന്ദനം നിലയ്ക്കുമ്പോൾ മരണമുണ്ടാകും. അത് ഹൃദയാഘാതം എന്ന് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം എന്നൊക്കെ പറയും. ഈ ഒരു അപകടം ഉണ്ടായാൽ മരണം സംഭവിക്കും, അത് ഹൃദയം നിലയ്ക്കുമ്പോഴാണ്. ഒരു അസുഖം വന്നാൽ, അസുഖം വന്ന് മരിച്ചാലും അവിടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴാണ് നമ്മളുടെ മരണം ഉണ്ടാകുന്നത്. ഈ രീതിയിൽ അദ്ദേഹം പറഞ്ഞ് നമുക്ക് പറയാം, അദ്ദേഹം പറഞ്ഞാൽ എന്താ തെറ്റ്? ഹൃദയം നിലച്ചുകൊണ്ട് മരിച്ചതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ശരിയാണ്, സാങ്കേതികമായി ശരിയാണ്, ഹൃദയം നിലച്ചതുകൊണ്ടാണ് മരിച്ചത്. പക്ഷേ ഈ ഹൃദയം നിലയ്ക്കാൻ കാരണമായത് അവിടെ നിന്നുള്ള ആക്രമണത്തിൽ അദ്ദേഹത്തിനേറ്റ തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഒരു 2 നില കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് നിന്നും വലിയൊരു കട്ടയെടുത്ത് നിങ്ങളുടെ ഉച്ചിയിലോട്ട് എറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് തന്നെയാണ് ചന്ദ്രൻ ഉണ്ണിത്താന് സംഭവിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് ഈ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്കറിയാം. ഏകദേശമൊക്കെ ശാന്തമായിക്കൊണ്ടിരുന്നു. ഇവർ കാര്യം നടക്കത്തില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ അതിനോട് ചേർന്ന് പോകാൻ തയ്യാറായി. ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ഈ പിണറായി വിജയന് ജീവിതത്തിൽ വളരെയേറെ ദുരന്തങ്ങളുണ്ടായെന്ന് പറയുന്നു. അസുഖം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടായതിനിടയ്ക്കിടയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നു.
മകളുടെ പേരിൽ അതുവരെ മൂടി വെച്ചിരുന്ന കേസുകൾ ഉയർന്നു വരുന്നു. മകൻ വിവാദത്തിലെത്തുന്നു, മരുമകൻ വിവാദത്തിലെത്തുന്നു. അങ്ങനെ ഇരിക്കപ്പുറതി ഇല്ലാതായപ്പോൾ അദ്ദേഹം ഇതിനൊരു പരിഹാരം എന്താണെന്ന് തേടുകയുണ്ടായെന്നും അതിന് ആ ജ്യോതിഷികൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാപം പലരിലേക്ക് ഇത് ചെയ്താൽ പാപത്തിന് ശമനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം നടത്തിയതാണ് അയ്യപ്പ സംഗമമെന്നും അവിടെ വരുന്നവർക്ക്, അവിടെ പങ്കെടുക്കുന്നവർക്ക് തൻ്റെ പാപത്തിൻ്റെ നല്ലൊരു ഭാഗം അവരിലേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയും. അതനുസരിച്ചാണ് ഈ സമ്മേളനം എന്നൊക്കെയാണ് വെളിയിൽ നടക്കുന്ന ചർച്ച. അതെന്തുമാകട്ടെ. പിന്നെ പറയുന്നുണ്ട് അന്നദാനം കൊടുത്താൽ അത് കഴിക്കുമ്പോൾ അവർക്ക് കുറേ പാപം, അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ കുറേ ഭാഗം കിട്ടും എന്നൊക്കെ പറയുന്നു. ഈ അന്നദാനം ഇതൊന്നും നമ്മളങ്ങനെ അധിക്ഷേപിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ സ്വന്തം പാപം, ഞാൻ ചെയ്ത പാപം എനിക്കത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ചില സത്പ്രവൃത്തികൾ ചെയ്താൽ അത് കുറച്ച് ശമനം കിട്ടും എങ്കിൽ കൂടി ഞാൻ അനുഭവിച്ച് തീരും. ഞാൻ ചെയ്ത പാപം അത് പിന്നെ വേറൊരു മതവിശ്വാസി പറയുന്നതിൻ്റെ കൂട്ട് നീ മരിച്ചു പോയതും ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നതും നീ ജനിക്കാനിരിക്കുന്നവരുടേതുമായിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങ് പോയത് എന്നും അതിനാൽ നീ അദ്ദേഹത്തിൽ വിശ്വസിച്ചാൽ നിന്റെ സകലമാന പാപവും ഇല്ലാതാകും എന്ന് ഒരു മതവിഭാഗം നമ്മളോടെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ആ വിശ്വാസി വരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട്. ആ വിശ്വാസം എനിക്കില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പിണറായി വിജയൻ ചെയ്ത പാപത്തിന് ഇങ്ങനൊന്നും ചെയ്തതുകൊണ്ട് ഫലമാകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ ചെയ്ത ഈ ക്രൂരകൃത്യങ്ങൾക്ക് നേരെ അദ്ദേഹത്തിന് മറ്റൊരു പശ്ചാത്താപവും ഉള്ളതായിട്ട് കാണുന്നില്ല. ആ ക്രൂരകൃത്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപവും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇത് നമ്മൾക്ക് ഒരു പശ്ചാത്താപം ഉണ്ടായാലും നമുക്ക് മനസ്സിലാക്കാം. ഈ ചന്ദ്രൻ ഉണ്ണിത്താൻ്റെ വധത്തിൽ അദ്ദേഹത്തിന് പറയാം അന്നിങ്ങനെ സംഭവം ഉണ്ടായി, അത് ദുഃഖകരമായ സംഭവമാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്നില്ല, ഒരു പശ്ചാത്തപിച്ചാൽ മതി. അത് തെറ്റായിപ്പോയി, അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു, അന്ന് അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞതും തെറ്റിപ്പോയി, അതിലെനിക്കിപ്പോൾ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിൽ മനസ്സിലാക്കാമായിരുന്നു ഇത് ആത്മാർത്ഥതയോടാണ് പമ്പയിലെ ഈ സംഗമം നടത്തിയതെന്ന്. അത് ചെയ്തില്ല. ഇവിടെ തന്നെയല്ല കാണിച്ചത്. നമ്മൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഇവിടെ ഉള്ളവർക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഗുരുവായൂരൊരു പാർത്ഥസാരഥി ക്ഷേത്രം, അത് നാശോന്മുഖമായി കിടന്നിരുന്ന ആ ക്ഷേത്രം, അവിടെ ഒരു കൂട്ടം ഭക്തർ ഇറങ്ങി പുറപ്പെട്ട് അവർ ധനം സമാഹരിച്ച് ആ ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചു. ആ ക്ഷേത്രം അങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു വന്നപ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഭക്തരെ അടിച്ചൊതുക്കി അത് പിടിച്ചടക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഭക്തർ അതിൽ തളരാതെ അതിനെ പ്രതിരോധിച്ച് നിന്നപ്പോൾ അദ്ദേഹം ചെയ്തത് പുലർകാല വെളുപ്പിന് എത്ര മണിക്കാണെന്ന് ഓർക്കുന്നില്ല, കുറേ പോലീസുകാരെ അയച്ച് അവരുടെ സഹായത്തോടു കൂടി മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെത്തി ആ ക്ഷേത്രം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതും വളരെ വലിയ പാതകമാണ് അദ്ദേഹം ചെയ്തത്. ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിന് തയ്യാറാകുമോ? ചെയ്യില്ല. കാരണം ഒരു ആത്മാർത്ഥതയോടൊരു കാര്യം ചെയ്താലേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയും. പിന്നെ ഇത് അല്പം ആത്മാർത്ഥതയോടെയാണെന്നിരിക്കട്ടെ, എങ്കിലും അദ്ദേഹം ഇതിൽ പശ്ചാത്തപിച്ചാൽ, ഈ ചന്ദ്രൻ ഉണ്ണിത്താനെ കൊന്ന കേസിൽ രഹന ഫാത്തിമയെ അല്ലെന്നുണ്ടെങ്കിൽ കനകദുർഗ, ബിന്ദു അമ്മിണി എന്നിവരെ ശബരിമലയിൽ പോലീസ് സംരക്ഷണത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണയോടുകൂടി
ശബരിമലയെ കയറ്റാൻ ശ്രമിച്ച അത് തകർക്കാൻ ശ്രമിച്ചത്, നാമജപ ഘോഷയാത്രയ്ക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുക, ഇതൊക്കെ ചെയ്താൽ അതിലും ഉപരി അന്ന് സമാധാനമായി പ്രതിഷേധിച്ച് നിരവധി ചെറുപ്പക്കാരുടെ പേരിൽ കേസുകൾ എടുത്തിട്ടുണ്ട്. അവരെ നരയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേസുകളിൽപ്പെടുത്തി. അവർക്കൊരു ജോലിക്ക് പോകാൻ കഴിയില്ല, വിദേശത്ത് പോകാൻ കഴിയില്ല. ഇങ്ങനെ ദ്രോഹിക്കുന്നവരുടെ പേരിൽ എടുത്ത ഈ കേസുകൾ അദ്ദേഹം പിൻവലിക്കണം. തയ്യാറുണ്ടോ? ഈ മേൽപ്പറഞ്ഞതിനോടൊപ്പം ഈ രീതിയിലൂടെ അദ്ദേഹം പ്രവർത്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാം കുറച്ചെങ്കിലും അദ്ദേഹം ചെയ്ത പാപകർമ്മത്തിന് ഒരല്പം പരിഹാരമാകും എന്ന് ചിന്തിക്കാം. അത് ചെയ്യാത്തിടത്തോളം കാലം മുഖ്യമന്ത്രി എന്തൊക്കെ സംഗമം നടത്തിയാലും, ഈ അയ്യപ്പ സംഗമമല്ല, ശ്രീകൃഷ്ണ സംഗമമല്ല, ഒരു സംഗമം നടത്തിയാലും ആ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുക. അദ്ദേഹം അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്ന ആൾക്കാരെങ്കിലും അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാപത്തിന് ഒരല്പമെങ്കിലും ശമനമുണ്ടാക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.